ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025 PU റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ 25 ജൂൺ 2025 നടന്ന മെയിൻസ് എക്സാമിനേഷനകത്ത് ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. മാത്സിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? പ്രതിഫലന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണമാണിത്. സോ അതായത് ഇവർ പറയുന്നത് ലൈക്ക് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ദിസ് ഇസ് ദെയർ എക്സ്പ്ലനേഷൻ. ബട്ട് ഇതെന്ന് പറയുന്നത് കോൺകേവ് മിററാണ്. കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്താണ് ഇരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു, ശരിയാണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. പ്രതിഫലന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണമാണ്, ശരിയാണ്. ഇതാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്, ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, ശരിയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് അല്ല. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡുമാണ്. ഇത് നമുക്ക് പെൻ ഈസ് ഈക്വൽ ടു RJC. പെൻ ഈസ് ഈക്വൽ ടു RJC. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, റൂദർഫോർഡ്, ജെ തോംസൺ, ജെയിംസ് ചാഡ്വിക്. സോ ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്? ബോക്സൈറ്റ്, ടിൻസ്റ്റോൺ, കലാമിൻ ഇവയൊന്നുമല്ല. ആൻസർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. ന്യൂട്രോൺ ഇല്ലാത്തത് മാസ് നമ്പർ 1. ന്യൂട്രോൺ ഇല്ലാത്തത് മാസ് നമ്പർ 1 വരുന്നു. സോ മാസ് നമ്പർ 1 ന്യൂട്രോൺ ഇല്ല. അതായത് മാസ് നമ്പർ എന്ന് പറയുന്ന പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് 1H1. 1H1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? താപപ്രേക്ഷണമാണ് തന്നിരിക്കുന്നത്. താപപ്രേക്ഷണം നമുക്ക് 3 രീതിയിൽ നടക്കാം: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ അഥവാ ചാലനം, സംവഹനം, വികിരണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം സംഭവിക്കുന്നു. മോളിക്കുലർ പൊസിഷൻ ഡിഫറൻസ് സംഭവിക്കുന്ന കൺവെക്ഷൻ അഥവാ ചാലനത്തിലാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേക്ഷണം സംഭവിക്കുന്നു. ഡയറക്റ്റ് കോണ്ടാക്ട് വഴി മാത്രം അത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ചാലനം. ഇവിടെ തെറ്റിപ്പോയി. തന്മാത്രകൾ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന സംഭവിക്കുന്നത് സംവഹനം അഥവാ കൺവെക്ഷൻ ആണ്. സംവഹനം അഥവാ കൺവെക്ഷൻ ആണ്. തന്മാത്രകൾ യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം ഇല്ലാതെ സംഭവിക്കുന്നത് കണ്ടക്ഷൻ അഥവാ ചാലനമാണ്. കണ്ടക്ഷൻ അഥവാ ചാലനമാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാത്ത താപപ്രേക്ഷണം എന്ന് പറയുന്നത് റേഡിയേഷൻ അഥവാ വികിരണമാണ്. റേഡിയേഷൻ അഥവാ വികിരണമാണ്. സോ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 2023 രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത് കോവിഡ് വാക്സിൻ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ, ക്വാണ്ടം ഡോട്ട്. ലഭിച്ചത് ക്വാണ്ടം ഡോട്ടിനാണ്. ഇത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന്. 0 ഡയമെൻഷണൽ നാനോ പാർട്ടിക്കിൾ ആണ് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡോക്ടർ സമീർ വി കാമത്ത്. സോ ആ ചോദ്യ പേപ്പറിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ ഇപ്പോൾ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.